യുവരാജ് ഗോകുൽ, യുവരാജ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കുംഭമേളയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വക്താവ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്പ്യാർജി, ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് കുംഭമേളയല്ല വിമർശിച്ചത്, പകരം നരേന്ദ്രമോദിയെ അമിത്ഷായെയാണ് വിമർശിച്ചത്. നരേന്ദ്രമോദി അമിത്ഷായെയാണ് വിമർശിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാകാതെ ഇരിക്കുവാനും വേണ്ടിയിട്ട് അത്രയും ഹിന്ദി അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അല്ല സാർ ഞങ്ങൾ. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഹിന്ദി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ 15 ലക്ഷത്തിൻ്റെ ഹിന്ദി ഇതുവരെയും മനസ്സിലാകാതെ നാട് മുഴുവൻ എത്ര തവണ തേഞ്ഞൊട്ടിയാലും വീണ്ടും വീണ്ടും ആ പ്രസംഗവും എടുത്തു വെച്ചുകൊണ്ട് 15 ലക്ഷം ഇപ്പോൾ 2018-ലോ 19-ലോ എന്തോ തുടങ്ങിയതാണത്. അത് 2025-ലും നിർത്തിയിട്ടില്ല. 2035 ആയാലും അതിൻ്റെ ഹിന്ദി ഒന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്ന കാര്യം സാറിന് ആർക്കെങ്കിലും ബോധിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാറ് KPCC ഓഫീസിൽ പോയിട്ട് VT ബൽറാം മുതൽ കുറച്ച് ആൾക്കാർക്ക് ചപ്പാത്തി വാങ്ങിച്ചു കൊടുത്ത് അവരെ മുതൽ ഇങ്ങോട്ട് ഹിന്ദി പഠിപ്പിക്കുക. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ എല്ലാവർക്കും ബോധ്യം ഉണ്ടാകും എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗംഗാ സ്നാനം നടക്കുന്ന ഒരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശനം ഉന്നയിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കുംഭമേളയൊന്നും നടക്കാത്ത ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഡിസംബർ മാസത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ടോ ഈ കുംഭമേളയൊക്കെ കഴിഞ്ഞ് ഒരു മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ട് നമുക്കത് മനസ്സിലാവും. ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല, അത്രയും പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് കൃത്യമായിട്ട് എപ്പോഴാണ് വന്നിരിക്കുന്നത്? കുംഭമേള നടക്കുന്ന സമയത്ത് അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അവിടെ പോവുകയും ആ ചടങ്ങിൽ അദ്ദേഹം ഭക്തി പുരസ്സരം അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വന്നിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്ത് കണ്ട് വിരളി പിടിച്ചിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും മനോഹരമായാണ് അവിടെ കുംഭമേള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, 2014 ശേഷമല്ലേ നരേന്ദ്രമോദി സർക്കാർ വന്നുള്ളൂ. അതിനു മുമ്പും ഈ നാട്ടിൽ കുംഭമേളകളൊക്കെ നടക്കാറുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒക്കെ വേർതിരിച്ചുകൊണ്ട് അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വന്നപ്പോഴേക്കും സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ട്, ഇടപെടലുകളെക്കുറിച്ചിട്ട്, പർട്ടിക്കുലർലി യോഗി ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ നടന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോൾ, ജനങ്ങൾ സർക്കാരിനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ, മല്ലികാർജുൻ ഖാർഗെ മുതൽ ഇങ്ങ് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് വരെ വിരളി പിടിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അപ്പോൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമഹം 40 കോടി ജനങ്ങൾ അവിടെ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം, വെറും 2 മാസങ്ങൾ കൊണ്ട് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ വന്നു പോകുന്ന ഒരു മഹാസംഗമം, ഒരു മഹാത്ഭുതം അവിടെ നടക്കുകയാണ്. 2 ലക്ഷം കോടി രൂപയുടെ റവന്യൂ അവിടെ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി അത്രയും മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ആൾക്കാർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ സാധ്യതകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ പിന്തിരിപ്പൻ കാര്യങ്ങളും പറഞ്ഞ് നശിപ്പിച്ച് അതിൻ്റെ അവസരങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനം പോലെയല്ല കുംഭമേളയിൽ യോഗി സർക്കാർ എടുത്തിരിക്കുന്ന നയം എന്ന് പറയുന്നത്. യോഗി സർക്കാർ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് വിരളി പിടിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ കൊടുത്ത് അതിൻ്റെ ശോഭ കെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവർ രാഷ്ട്രീയമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പ്യാർജി പറഞ്ഞതുപോലെ തന്നെ ഈ ശോഭ കെടുത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടന കാലം തുടങ്ങിക്കഴിയുമ്പോൾ ഹജ്ജിന് പോകുന്ന കുറച്ച് മന്ത്രിമാരെ നോക്കിയിട്ട്, നിങ്ങൾ ഹജ്ജിന് പോയാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല, അവരിനി എത്ര കുടുംബാഭികളോ ആയിക്കൊണ്ട് പോട്ടെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ നാവ് പൊങ്ങുമോ? ഒരിക്കലും പൊങ്ങില്ല. കാരണം ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എല്ലാ പാപവും തീരുമെന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നത്. അവരങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ നാവ് പൊങ്ങുമോ? നാവ് പൊങ്ങില്ല. ഇനി എത്ര വലിയ കുഴപ്പക്കാരനായിരുന്നാലും ശരി, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴിഞ്ഞുവെന്നും അയാൾ സ്വർഗത്തിന് അവകാശിയാവുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയുമോ? ഇല്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പോകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ ലോകത്തിൽ ഇത്രയും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന, ഏറ്റവും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന ഒരു വലിയ സനാതന ധർമ്മ സംഗമമായി മാറിയിരിക്കുന്ന, ഒരു ഹിന്ദു മഹാസംഗമമായി മാറിയിരിക്കുന്ന ഒരു മേളയെ നോക്കിയിട്ട് ഇത്തരത്തിൽ പല്ലിളിച്ച് കാണിക്കുക, കുഞ്ഞനം കുത്തി കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത്യന്തം ആക്ഷേപം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങ് പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾക്കുള്ള മറുപടി തരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം.
എന്താണ് ഭാരതത്തിൻ്റെ പോവർട്ടിയെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ വെച്ച് സംസാരിക്കാം സാർ. 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 4.5 to 5% ആണ്. 2024-25 എത്തുമ്പോൾ അതിനേക്കാളും താഴേക്ക് വന്നിട്ടുണ്ട്. 2011-12 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 25.7% ആണ്. അതായത് ഇന്ത്യയുടെ 1/4 ഭൂരിപക്ഷ ജനതയും സ്വാതന്ത്ര്യം കിട്ടി 10-70 കൊല്ലം നിങ്ങൾ ഭരിക്കുന്ന കാലം ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലെ 0.25% ആൾക്കാരും 25%-ലധികം ആൾക്കാരും പോവർട്ടിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതിനെയാണ് 2022-23 ആയപ്പോൾ വെറും 5% താഴേക്ക് വെറും 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തേനും പാലും ഒക്കെ ഒഴുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാർ. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് 2013-14 കാലഘട്ടത്തിൽ 29.17% ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് 2022-23 എത്തിയപ്പോഴേക്കും 11.28%ലേക്കും നിലവിൽ അതിലും താഴെ സിംഗിൾ ഡിജിറ്റിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാർ. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 10-70 കൊല്ലം ഭരിച്ചിട്ടും 30% ജനങ്ങൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയിലാണ് നിലനിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ 2/3 ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ അതൊക്കെ അച്ചീവ്മെൻറ്റ് തന്നെയാണ് സാർ. അപ്പോൾ എന്താണ് ഈ ദാരിദ്ര്യം മാറുമോ ഗംഗയിൽ സ്നാനം ചെയ്താലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ സ്നാനം ചെയ്താലും ദാരിദ്ര്യം മാറും എന്ന് തന്നെയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഭരിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് അവസാനം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയപ്പോൾ ഫയൽവാൻ ജയിച്ചേ എന്നും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് ഞങ്ങൾ എന്തോ വലിയ വിജയം നേടി എന്നുള്ള തലത്തിൽ ഒരു പരാജയത്തിനെ പോലും ആഘോഷിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി ചെന്നെത്തുന്ന സാഹചര്യം ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ ശക്തിയാവും 3ാമത്തെ ശക്തിയാകും എന്നൊക്കെ അങ്ങ് പരിഹസിച്ചല്ലോ. ആകും സാർ, ഒരു സംശയവും വേണ്ട. 2029 BJP സർക്കാർ വീണ്ടും ജനങ്ങളുടെ മുൻപിൽ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കും എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും. അത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടായാലും ശരി, കുംഭമേളയിൽ പങ്കെടുത്തിട്ടായാലും ശരി, എന്ത് ചെയ്തിട്ടായാലും ശരി തന്നെയാണ്, അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കണക്കുകൾക്ക് നേരെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ടോ പല്ലിളിച്ച് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല സാർ. ഇന്ത്യ പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ചാനലുകളിലായിട്ട് വന്നിരുന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളെ ന്യായീകരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പിറകിലാണ് ഓടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് നടന്നു. സിവിക് ബോഡിയിൽ ബാലറ്റ് പേപ്പറായിരുന്നു. കോൺഗ്രസ് എവിടെ കാണാനുണ്ടോ? ഒരു സീറ്റ് ഒരിടത്ത് പോലും കാണാനില്ല അവിടെയും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ബാലറ്റ് പേപ്പർ നിരോധിക്കണമെന്നാണോ നിങ്ങൾ പറയാൻ വന്നത്? നിങ്ങൾക്ക് ഗംഗയ്ക്ക് പ്രശ്നം, നിങ്ങൾക്ക് EVM-ന് പ്രശ്നം, ബാലറ്റിന് പ്രശ്നം. സാർ, പ്രശ്നം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം.